നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹഠയോഗയുടെ രണ്ടാമത്തെ സെഷനാണ്. അതായത് നമ്മൾ ഇതിന് മുന്നേ ഹഠയോഗയുടെ ഒരു ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് വണ്ണം ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാൽപ്പത്തിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തിൽ നെഞ്ചിന് മധ്യത്തിൽ കണ്ണുകളടച്ച് കൈകൂപ്പി തൊഴുത് മനസ്സിൽ പ്രാർത്ഥിക്കുക. കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണ് മുകളിലേക്ക് കൊടുക്കുക. പതിയെ കണ്ണുകളൊന്ന് കൈകളിലേക്ക് ഓപ്പൺ ചെയ്യുക. മുഖത്തൊന്ന് ആ കൈകളൊന്ന് സ്പ്രെഡ് ചെയ്യുക. പതിയെ കൈകൾ ഇരുവശങ്ങളിലേക്കും കൊണ്ടുവരുന്നു. കാൽപ്പത്തി ഷോൾഡറിൻ്റെ അകലത്തിലേക്ക് വയ്ക്കുന്നു. നോട്ടം നേരെയിരിക്കണം. നമ്മുടെ സൂക്ഷ്മ വ്യായാമം കൊണ്ടാണ് നമ്മളുടെ ക്ലാസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നിന്നിട്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് യോഗ സെഷനിൽ ഇരുന്നിട്ടുമായിരുന്നു ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ നിന്നിട്ട് മാത്രമാണ് സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കാൽപ്പത്തിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കുന്നു. കൈകൾ ഇതുപോലെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളും നോട്ടം നേരെയിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തലനേരെ മുകളിലേക്ക്, നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് തലനേരെ താഴേക്ക്. നമ്മുടെ താടി ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് നമ്മുടെ താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ട് തല ഇടതുവശത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. നോട്ടം നേരെ ആയിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് തല സാവധാനം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു സൈഡിലെ മസിൽ കോൺട്രാക്റ്റ് ആവും. ഓപ്പോസിറ്റ് സൈഡിലെ മസിൽ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, ദെൻ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തലചരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ഒന്നുകൂടി ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യും. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് ഒന്ന് ചരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. തല നേരെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുന്നു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്.
ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. തല നേരെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ചരിക്കുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക. ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ തല വലതുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ചരിക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം വിട്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിള്. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. തല നേരെ വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്ത് ഇതുപോലെ നിവരുക. നോട്ടം നേരെ ഇരിക്കണം. ഒന്ന് റിലാക്സ് ചെയ്യും. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇതുപോലെ ഉയർത്തുന്നു. ഒരു അർദ്ധചക്രം വരയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് അടുത്തൊരു ഹാഫ് സർക്കിൾ. 1. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 2. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 3. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 4. ഓപ്പോസിറ്റ് സൈഡിലൂടെ ശ്വാസം എടുത്ത് കൈകൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഉയർത്തുന്നു. ശ്വാസം വിട്ട് 1. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 2. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 3. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ട് 4. ഓക്കെ, പതിയെ റിലാക്സ് ചെയ്യുക. ഓക്കെ, ദെൻ കൈകൾ ഇതുപോലെ നീട്ടി പിടിക്കുക. നമ്മുടെ എൽബോസിനുള്ള സിമ്പിളായിട്ടൊരു എക്സസൈസാണ്. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈയൊന്ന് മടക്കി നമ്മുടെ ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് സാവധാനം നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ടച്ച് ചെയ്യുക. സാവധാനം താഴേക്ക് കൈകൾ വയ്ക്കുക. കൈകൾ ഇതുപോലെ നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി സാവധാനം മുകളിലേക്ക്. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തി സാവധാനം താഴേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടുകൊണ്ട് 2. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടുകൊണ്ട് 3. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടുകൊണ്ട് 4. ദെൻ സാവധാനം റിലാക്സ് ചെയ്യുക. ഇനി കൈകൾ ഇതുപോലെ നീട്ടിപ്പിടിക്കുന്നു. നമ്മുടെ വിരലുകൾ ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വിരലുകളൊന്ന് ചുരുട്ടിപ്പിടിക്കുക. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് വിരലുകൾ ഇതുപോലെ ഒന്ന് ചുരുട്ടിപ്പിടിക്കുക. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിപ്പിടിക്കുക. സാവധാനം താഴേക്ക് റിലാക്സ് ചെയ്യുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തും. നല്ലപോലെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നു. ഒരാൾ മുകളിലേക്ക് പിടിച്ച് വലിച്ചാൽ എന്തുമാത്രം ഇരിക്കും, അതേപോലെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണേ. നിങ്ങളുടെ ഹീൽസ് ഉയർത്തരുത്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുക. നോട്ടം മുകളിലേക്ക്. ശ്വാസം എടുത്ത് നിവർന്ന്. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നിവർന്ന്. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നിവർന്ന്. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നിവർന്ന് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സൈഡിനുള്ള ഏറ്റവും നല്ലൊരു സ്ട്രെച്ചിങ് എക്സർസൈസാണ്. ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ ഇനി ഒരു ട്വിസ്റ്റിംഗ് എക്സർസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ, അതായത് ഹഠയോഗ പാർട്ട് 1-ൽ നമ്മൾ ശ്വാസം എടുത്ത് ഇതുപോലെ കൈ നിവർത്തിയിട്ട് ശ്വാസം വിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ ഇവിടെ ആ ഒരു ട്വിസ്റ്റിങ്ങിന് പകരം
നമ്മൾ കൈയുടെ വിരലുകൾ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം എടുത്ത് ഇതുപോലെ കൈകൾ നിവർത്തുന്നു. ശ്വാസം വിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വലതുവശത്തേക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. കൈയുടെ വിരലുകളിൽ നോക്കണം കേട്ടോ. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ട് കൈകൾ താഴേക്ക് റിലാക്സ് ചെയ്യും. ഇനി നമ്മളുടെ ഹിപ്പ് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ശ്വാസോച്ഛ്വാസമാണ്. വളരെ സാവധാനത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. പതിയെ കൈകൾ ഹിപ്പിലേക്ക് വയ്ക്കുക. കാൽപ്പത്തികൾ ഷോൾഡറിൻ്റെ അകലത്തിൽ. 1 2 3 4 and 5. Opposite way. 1 2 3 4 and 5. പതിയെ റിലാക്സ് ചെയ്യും. ഇനി അടുത്തൊരു പാർട്ടെന്ന് വെച്ചാൽ നമ്മൾ മുട്ടിൻ്റെ ആ ഒരു പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഹഠയോഗയുടെ വീഡിയോയിൽ നമ്മൾ ഇരുന്നിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിന്നിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഇരുന്നിട്ട് ചെയ്യുന്നത് ഒരല്പം കൂടെ സിമ്പിളാണ്, ഒരു ബിഗിനേഴ്സ് ലെവലാണ്. നിന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരല്പം ചലഞ്ചിങ് ആണ്. നമുക്കൊന്ന് പതിയൊന്ന് ചെയ്യാം. ആരും പുഷ് ചെയ്യേണ്ട, അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൈകൾ ഇതുപോലെ കാൽപ്പത്തികൾ നമ്മുടെ ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കുന്നു. കൈകൾ ഇതുപോലെ വശങ്ങളിൽ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കൈ ഇതുപോലെ ഉയർത്തുക. ഓക്കെ, നമ്മുടെ കൈവെള്ള മുന്നിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. ശ്വാസം വിട്ട് മുട്ടുമടക്കി സാവധാനം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയേ പറ്റുള്ളൂ, ഇത്രയും വന്നാൽ മതി. മുട്ടിന് പെയിൻ ഉള്ളവർ ഇതിപ്പോൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രേ വരാൻ പറ്റുള്ളൂ, ഇത്രയും വരിക. അതല്ല കംപ്ലീറ്റ്ലി ഇതുപോലെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ദെൻ നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു. ശ്വാസം വിട്ട് ഇതുപോലെ കൈകൾ താഴ്ത്തുന്നു. ഒന്നുകൂടി ശ്വാസം എടുത്ത് കൈകൾ ഇതുപോലെ ഉയർത്തുക. കൈവെള്ളം മുന്നിലേക്ക് ഫേസ് ചെയ്തിരിക്കുക. ശ്വാസം വിട്ട് ചു. നോട്ടം നേരെ. ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് കൈകൾ സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുന്നു. ശ്വാസം വിട്ട് പതിയെ സാവധാനം താഴേക്ക് ഇരിക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. 3 തവണ മതിയെ. പതിയെ റിലാക്സ് ചെയ്യും. ഇനി നമ്മൾ കൈകൾ ഇതുപോലെ ഹിപ്പിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ആങ്കിളിനും അതുപോലെ തന്നെ നമ്മുടെ കാൽവിരലുകൾക്കുള്ള ഒരു സിമ്പിളായിട്ടൊരു എക്സസൈസ്. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഹീൽസ് ഉയർത്തുക. നമ്മുടെ ടോസിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഒന്നുകൂടി ശ്വാസം എടുത്ത് ഹീൽസ് ഉയർത്തുക. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ഒന്നുകൂടി ശ്വാസം എടുത്ത് ഹീൽസ് ഉയർത്തുക. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ഒന്നുകൂടി ശ്വാസം എടുത്ത് ഹീൽസ് ഉയർത്തുക. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. നമ്മളിനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു ബാലൻസിങ് പോസാണ്. ഓക്കെ, നമ്മളൊക്കെ ചെറുള്ള വൃക്ഷാസനം അല്ലെങ്കിൽ ട്രീ പോസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ കാല് നോർമലി വൃക്ഷാസനം ചെയ്യുമ്പോൾ തുടയിലേക്കാണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ തുടയുടെ മുന്നിലാണ് വയ്ക്കുന്നത്. ഓക്കെ, പല യോഗ സ്കൂൾസും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വൃക്ഷാസനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും തുടയിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാല് ഇതുപോലെ മടക്കി ആംഗിളിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഒരല്പം ഉയർത്തി വയ്ക്കാം. നമ്മുടെ ഇടത് കാല്, ഇതെൻ്റെ വലത് കാലാണ്, ഇടത് കാല് ലോക്ക് ചെയ്ത് പിടിക്കരുത്, മുട്ട് ലോക്ക് ചെയ്ത് പിടിക്കരുത്. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നോട്ടം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മളുടെ ഒരു സാങ്കല്പികമായ പോയിന്റോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ഏതെങ്കിലും വസ്തുക്കളിലോ നമുക്ക് നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ കാൽപ്പത്തി ചേർത്ത് വയ്ക്കുന്നു. വലത് കാല് മടക്കുന്നു, റൈറ്റ് ലെഗ്. ഞാൻ എൻ്റെ ഇടത് ലെഫ്റ്റ് തുടയിലേക്ക് കൊണ്ടുവരുന്നു. നോട്ടം നേരെ ഒരു പോയിന്റിൽ കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. ശ്വാസം എടുത്ത് ഇതുപോലെ കൈകൾ ഷോൾഡറിൻ്റെ ലെവലിൽ ഉയർത്തുന്നു. ശ്വാസം വിട്ട് കൈവെള്ളം മുകളിലേക്ക്.
ശ്വാസം എടുത്ത് കൈകൾ ഇതുപോലെ ചേർക്കുന്നു. ഈ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പർ ആംസ് ചെവിയിൽ ടച്ച് ചെയ്തിരിക്കണം. നോട്ടം ഒരു പോയിന്റിൽ. സാധാരണ ശ്വാസോച്ഛ്വാസം. ശ്വാസം വിട്ടുകൊണ്ട് കൈ ഇതുപോലെ നമ്മൾ കൊണ്ടുവരുന്നു. കൈവെള്ളം മുകളിലേക്ക് ഫേസ് ചെയ്യണം. ശ്വാസം എടുത്ത് കൈ ഇതുപോലെ ഒന്ന് തിരിക്കുന്നു. ശ്വാസം വിട്ട് കൈകൾ താഴേക്ക്, വലത് കാല് താഴേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇടത് സൈഡിലേക്ക് ചെയ്യുന്നു. ഇടത് കാല് ഇതുപോലെ മടക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ആംഗിളിലോ അല്ലെങ്കിൽ തുടയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഓക്കെ. അപ്പോഴേ ഇതുപോലെ കാലൊന്ന് മടക്കിയെടുത്തിട്ട് നമ്മൾ തുടയിലേക്ക് വെക്കുന്നു. നോട്ടം നേരെ ഇരിക്കണം. കൈകൾ ഇരുവശങ്ങൾ ഇതുപോലെ വെക്കുന്നു. ശ്വാസം എടുത്ത് ഷോൾഡർ ലെവലിലേക്ക് ശ്വാസം വിട്ട് തിരിച്ചു. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി അപ്പർ ആംസ് ചെവിയിൽ ടച്ച് ചെയ്യുക. നോട്ടം ഒരു പോയിന്റിലായിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ വശങ്ങളിലേക്ക് ഷോൾഡറിൻ്റെ ലെവലിലേക്ക് ശ്വാസം എടുത്ത് കൈ തിരിച്ചു. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്, കാല് താഴെ വയ്ക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് പതിയെ താഴേക്ക് ഇരിക്കാം. ഇതുപോലെ നമ്മൾ താഴേക്ക് ഇരിക്കുന്നു. കാലുകൾ ഇതുപോലെ നീട്ടി വയ്ക്കുന്നു. കൈകൾ പുറകിൽ വയ്ക്കുന്നു. കാൽപ്പത്തി ഇതുപോലെ സൈഡിലേക്കൊന്ന് ചരിച്ചിടുന്നു. ഒന്ന് റിലാക്സ് ചെയ്യുന്നു. പതിയെ കാലുകളൊന്ന് കൂട്ടിച്ചേർക്കുക. ഓക്കെ. നമ്മൾ കാലുകൾ ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്ത് നടുവ് നിവർത്തിയിരിക്കുന്നു. ഓക്കെ. നമ്മൾ ഹഠയോഗ പാർട്ട് 1 ചെയ്ത ആ യോഗ പോസ്റ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ആസനോടെ കണക്ട് ചെയ്യണേ. അതായത് ഊർധ്വ ഏകപാദ ഹസ്താസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില യോഗ സ്കൂൾസ് ഉത്തിത ഏകപാദ ഹസ്താസനം എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്ററൂടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണേ. അപ്പോൾ നമ്മളിതുപോലെ വലത് കാല് ഒന്ന് മടക്കി, എന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും കാൽപ്പത്തിയുടെ വിരലിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ കാൽപ്പത്തിയുടെ നടുക്ക് പിടിക്കുന്നു. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം പോലെ ചെയ്യുക. ഇനി ഇവിടെ പിടിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ തുടയിൽ പിടിച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ. എന്നിട്ട് കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. ഇവിടെ ഞാൻ കാൽപ്പത്തിയുടെ നടുക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ശ്വാസം എടുത്ത് നമ്മളിതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നടുവ് നല്ലപോലെ നിവർന്ന് ഇരിക്കാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 then 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലത് കാല് ഇടത് തുടയോട് ചേർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി നമ്മൾ ഇടത് കാലിൻ്റെ ഹിപ്പ് ജോയിൻറ്റ് ടു ആംഗിൾ ഒറ്റ ലൈനായിരിക്കണേ. കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണം. നടുവ് നിവർന്ന് ശ്വാസം എടുത്ത് കൈകൾ ഇതുപോലെ മുകളിലേക്ക് മാക്സിമം ഉയർത്തുക. നോട്ടം നേരെ ഇരിക്കണം. കൈ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരല്പം ഒന്ന് പുറകിലേക്ക് പുഷ് ചെയ്യുക. നമ്മുടെ ഷോൾഡർ മസിൽസ് ഒന്ന് ലൂസാകും. നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ടിട്ട് നമ്മൾ നമ്മളുടെ കൈകൾ നേരെ കൊണ്ടുവന്ന് ഹീലിലേക്ക് ഇതുപോലെ പിടിക്കുക. ആട്ടെ എൽബോസ് തറയിൽ മുട്ടിക്കുന്നു. നെറ്റി ഇതുപോലെ മുട്ടിലേക്ക് കൊണ്ടുവരിക. ഇത് ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്വാസം എടുത്ത് ഇതുപോലെ കൈകൾ ഉയർത്തുന്നു. നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ശ്വാസം വിട്ട് നമ്മുടെ ഈ ഷിൻ ബോണിന് ഇരുവശം ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. നോട്ടം നേരെ കാലിൻ്റെ വിരലിലേക്ക്. അല്ലെങ്കിൽ ഷിൻ ബോണിൽ രണ്ട് കൈയും പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാൽ വിരലുകളിൽ പിടിക്കാം, അല്ലെങ്കിൽ കാൽപ്പത്തിയിൽ പിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാൽപ്പത്തിയുടെ നടുക്ക് പിടിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഹീലിൽ പിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ ഇടത് കാല് നമ്മളിതുപോലെ നീട്ടി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇടത് കൈ കൊണ്ട് ഇതുപോലെ പിടിക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ സാധാരണ എല്ലാവരും വരുത്തി വയ്ക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശ്വാസം എടുത്ത് കൈ ഉയർത്തും, ശ്വാസം വിട്ട് ഇടത് കൈ നേരെ പോവും, വലത് കൈ ഇവിടെയും വെക്കും.
ഇങ്ങനെ ചെയ്തുകൊണ്ട് ഗുണമില്ല. ഷോൾഡർ ഒരു ലൈനിൽ വരുന്നില്ല. അതുകൊണ്ട് 2 ഷോൾഡർ ഒരേ ലൈനിൽ വരത്തക്ക വിധം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടോസിലാണ് പിടിക്കുന്നത്. ശ്വാസം എടുത്ത് ഇതുപോലെ കൈകൾ ഉയർത്തി നോട്ടം നേരെ ശ്വാസം വിട്ട് കാലിൻ്റെ വിരലുകളിൽ ഞാൻ ഇതുപോലെ പിടിച്ച് നോട്ടം നേരെ കാലിൻ്റെ വിരലുകളിലേക്ക് സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുക. ദെൻ ശ്വാസം വിട്ട് വലത് കൈപ്പത്തി നമ്മുടെ ബട്ടക്സിന് പുറകിൽ യോഗ മാറ്റിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരിക. ഇടത് കൈ ഇതുപോലെ മുട്ടുമ്മയിലേക്ക് കൊണ്ടുവരിക. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം, ഞാൻ ഈ 1 തൊട്ട് 10 കൗണ്ട് വരെ ഞാൻ എണ്ണുന്നതാണ്. നിങ്ങൾ ആ 10 ബ്രത്ത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ടൊരു പക്ഷേ ആ ഒരു പൊസിഷനിൽ ചിലപ്പോൾ 3 4 ബ്രത്തേ ചെയ്യാൻ പറ്റുള്ളൂ. അതും മതി. അതുപോലെ തന്നെ നമുക്ക് ഈ കൗണ്ട് കൂട്ടിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 കൗണ്ടോ 30 കൗണ്ടോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഒരു ടൈം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൗണ്ട് ചെയ്യുന്നത്. 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോസ്റ്റിൽ പോകുന്നു. നമ്മളിതുപോലെ കൈകൾ ഉയർത്തി വലത് കൈ ബട്ടക്സിന് പുറകിൽ ഇടത് കൈപ്പത്തി നമ്മുടെ മുട്ടുമേലേക്ക് വയ്ക്കുന്നു. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. എന്നിട്ട് നമ്മുടെ നടുവൊന്ന് നിവർത്തുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ പുറകിലെ ഭിത്തിയിലേക്ക് നോക്കുക. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കണേ. ഇടത് കാലിൻ്റെ പത്തി സ്റ്റേ ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് കൈകൾ ഇതുപോലെ ഉയർത്തുന്നു. നടുവ് നല്ലപോലെ നിവർത്തുക. ശ്വാസം വിട്ട് സാവധാനം റിലാക്സ് ചെയ്യുന്നു. ദെൻ കാല് ഇതുപോലെ നീട്ടി വയ്ക്കുക. കാലിൻ്റെ പത്തി ഒരല്പം ഇങ്ങനെ അകറ്റി വയ്ക്കുന്നു. കാൽപ്പത്തിൽ സൈഡിലേക്ക് വയ്ക്കുന്നു. കൈകൾ പുറകിൽ വയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. നമ്മളിതുപോലെ കാൽപ്പത്തികളൊന്ന് ചേർത്ത് വയ്ക്കുക. നടുവ് നിവർന്നിരിക്കണം. ഇടത് കാലൊന്ന് മടക്കുന്നു. നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് തന്നെ നമുക്കിതുപോലെ തൈ മസിലിൽ പിടിക്കാം, കാലിൻ്റെ വിരലിൽ പിടിക്കാം, അല്ലെങ്കിൽ കാൽപ്പത്തിൻ്റെ നടുക്ക് പിടിക്കുക. ഓക്കെ, നടുവ് നിവർന്ന് ശ്വാസം എടുത്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. നടുവ് നിവർന്നിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 then 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടത് കാല് മടക്കുന്നു. ഇടത് കാലിൻ്റെ പത്തി നമ്മൾ വലത് തുടയോട് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് വലത് ഹിപ്പ് ജോയിൻറ്റ് ടു ആംഗിൾ ഒറ്റ ലൈനായിരിക്കണം. നമ്മുടെ കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണം. നോട്ടം നേരെ ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി. അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ കൈ മുന്നിലേക്ക് ഇതുപോലെ കൊണ്ടുവരുന്നു. നമ്മുടെ കാലിൽ വിരലിൽ പിടിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഓപ്ഷൻസ്? കൈകൾ ഇതുപോലെ സൈഡിൽ വയ്ക്കുന്നു, ടോസിൽ പിടിക്കുന്നു, മധ്യത്തിൽ പിടിക്കുന്നു, ഹീലിൽ പിടിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ടോസിൽ പിടിക്കുന്നു. കാലിലെ വിരലുകളിലേക്ക് നോക്കുക. നോട്ടം നേരെ ഇരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസമായിരിക്കണം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി. ദെൻ ശ്വാസം വിട്ട് നമ്മുടെ വലത് കൈ ഇടത് മുട്ടിലേക്കും ഇടത് കൈ നമ്മുടെ ബട്ടക്സിന് പുറകിൽ യോഗ മാറ്റിൻ്റെ കറക്റ്റ് മധ്യത്തിലായിട്ട് വയ്ക്കുക. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കണം. നമ്മുടെ വലത് കാല് ആക്റ്റീവ് ആയിരിക്കണം. ഒരിക്കലും കാലിങ്ങനെ ഒന്നും ഇട്ടേക്കരുത്. നടുവ് നിവർത്തി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പുറകിലേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 then 10. ശ്വാസം എടുത്ത്
കൈകൾ ഇതുപോലെ ഉയർത്തുക, നടുവ് നിവർത്തുക, ശ്വാസം വിട്ട് കൈകൾ താഴേക്ക്, കാല് നിവർത്തി വയ്ക്കുന്നു, കൈകൾ നേരെ പുറയിലേക്ക് കൊണ്ടുവരുന്നു, കാലുകൾ ഇതുപോലെ യോഗാമാൻ്റെ ഇരുവശങ്ങളിലേക്ക് വയ്ക്കുന്നു, കാൽപ്പത്തിയുടെ സൈഡിലേക്ക് ഇതുപോലെ ചരിച്ചിടുന്നു. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ദെൻ പതിയെ മലർന്ന് കിടക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ മലർന്ന് കിടക്കുന്നു. എന്നിട്ട് നമ്മുടെ രണ്ട് കാലും ഒന്നും മടക്കിയ എന്നിട്ട് ഈ കാലിൻ്റെ ഹീൽസ് നമ്മുടെ ബട്ടക്സിന് പുറകിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഓക്കെ, നമ്മുടെ കൈകൾ ഇരുവശങ്ങളിൽ ഇതുപോലെ പതിച്ച് വയ്ക്കുന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു പുറകിലേക്കുള്ളൊരു ബെൻഡിങ് ആണ്. അപ്പോൾ ശ്വാസം എടുത്ത് ഇതുപോലെ ഹിപ്പ് നല്ലപോലെ ഉയർത്തുന്നു, മാക്സിമം ഉയർത്തുക, ചെസ്റ്റ് നല്ലപോലെ പുഷ് ചെയ്യുക. ഓക്കെ, ഓർക്കുക നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈൻ ആയിരിക്കണം, മുട്ടുകൾ ഇങ്ങനെ പുറത്തേക്ക് വരരുത്, ഉള്ളിലോട്ട് തന്നെ വയ്ക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. നമ്മുടെ രണ്ട് കാലുകളും ഇതുപോലെ ഉയർത്തുക, രണ്ട് കൈകളുണ്ട് കാലിൻ്റെ മുട്ടിലേക്കൊന്ന് ഹഗ് ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിലേക്ക് വലിച്ചടുപ്പിക്കുക. ഓക്കെ, തല ഉയർത്തേണ്ട, കാലിൻ്റെ പത്തി ഒന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാലുകൾ ഇതുപോലെ ഒന്ന് നീട്ടി വയ്ക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ദെൻ നമ്മൾ വലത് കാല് ഒന്ന് മടക്കിയാണ്. നമ്മളിതുപോലെ കിടന്നിട്ട് നമ്മളുടെ വലത് കാല് ഒന്ന് മടക്കി. ഇനി നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് തുടയിലേക്ക് പിടിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം സ്ട്രെച്ച് ചെയ്യുന്നു. കാലിൻ്റെ പത്തി ഒന്ന് ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇടത് കാലിൻ്റെ പത്തി ഒന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇടത് കാല് ആക്റ്റീവ് ആയിരിക്കണേ. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാലൊന്ന് മടക്കുന്നു, താഴേക്ക് വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ദെൻ നമ്മുടെ ഇടത് കാൽ അതുപോലെ തന്നെ മടക്കുക, കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. ശ്വാസം എടുത്ത് കൊണ്ട് കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, കാലിൻ്റെ പത്തി ഒന്ന് ഫ്ലെക്സ് പിടിക്കുക, വലത് കാലിൻ്റെ പത്തി ഒന്ന് പോയിന്റ് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5 6 7 8 9 then 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാലൊന്ന് മടക്കുന്നു, കാല് നീട്ടി വയ്ക്കുക, റിലാക്സ് ചെയ്യുക. നമ്മളിനി ട്വിസ്റ്റ് ചെയ്യാൻ പോവാണ്. കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണം. രണ്ട് കാലുകൾ ഒന്ന് മടക്കുക, കാൽപ്പത്തിൽ ചേർത്ത് വയ്ക്കുന്നു, കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുന്നു. ഓക്കെ, ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ രണ്ട് മുട്ടുകളും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. നോട്ടുന്നേര് വലത് കൈയുടെ വിരലിലേക്ക് സ്റ്റേ ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4
5. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ മീൻസ് മുട്ടുകൾ റൈറ്റ് സൈഡിലേക്ക്, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക്. സാധാരണ ശ്വാസം 1 2 3 4 5. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മുട്ടുകൾ കൊണ്ടുവരുന്നു. നേരെ വലത് കൈയുടെ വിരലിലേക്ക്. സാധാരണ ശ്വാസം 1 2 3 4 5 6 7. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമ്മുടെ മുട്ടുകൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. നേരെ ഇടത് കൈയുടെ വിരലിലേക്ക്. സാധാരണ ശ്വാസം നമ്മുടെ അപ്പർ ആംസ് ഒക്കെ താഴെ തന്നെ മുട്ടിയിരിക്കണം കേട്ടോ. അപ്പർ ആംസ് ഉയർത്തരുത്. 1 2 3 4 5 6 and 7. Inhale. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മുട്ടുകൾ കൊണ്ടുവരുന്നു. കൈയുടെ വിരലിലേക്ക്, വലത് കൈയുടെ വിരലിലേക്ക്. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. നേരെ കൈയുടെ വിരലിലേക്ക്. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ട് കാലുകൾ നീട്ടി വയ്ക്കുന്നു. ഒന്ന് റിലാക്സ് ചെയ്യും. നമ്മുടെ ഹിപ്പ് നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം. 2 കാലുകളൊന്ന് മടക്കുക. കാൽപ്പത്തികൾ ഇതുപോലെ ഉയർത്തുന്നു. കൈകൾ നമ്മുടെ ഇന്നർ തൈ മസിലിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടുകളൊന്ന് നിവർത്തി കാലിൻ്റെ പത്തി ഒന്ന് ഫ്ലെക്സ് ചെയ്ത് പിടിച്ച് സാധാരണ ശ്വാസത്തിൽ നിൽക്കുക. അതായത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. സാധാരണ ശ്വാസത്തിൽ നിൽക്കുന്നു. 1 2 3 4 5 6 7 8 9 then 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കാലുകൾ മടക്കുക. ദെൻ റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് ഇതുപോലെ കിടക്കുക, റിലാക്സ് ചെയ്യുക. ദെൻ നമ്മളുടെ വലതുവശത്തേക്ക് ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഓക്കെ, കൈ നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം. ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഇതുപോലെ നീട്ടി വയ്ക്കാം. ഇത് ബുദ്ധിമുട്ടാണ്, ഇത് നമ്മുടെ ബുത്തൻ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ സ്ഥിരം ഒരു വർഷം ഉറങ്ങാൻ കിടക്കുന്ന ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് കൈ നെഞ്ചിന് മുന്നിലായിട്ട് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ പത്തി ഒന്ന് മുകളിലേക്ക് ഫേസ് ചെയ്ത് ഇതുപോലെ ഉയർത്തുക. 1 ശ്വാസം വിട്ട് താഴേക്ക്. 2 3 ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴേക്ക്. 4 ശ്വാസം എടുത്ത് ഉയർത്തുക, ശ്വാസം വിട്ട് താഴേക്ക്. 5 ശ്വാസം എടുത്ത് ഉയർത്തുക, ശ്വാസം വിട്ട് താഴേക്ക്. 6 ശ്വാസം എടുത്ത് ഉയർത്തുക, ശ്വാസം വിട്ട് താഴേക്ക്. 7 താഴേക്ക്. 8 താഴേക്ക്. 9 താഴേക്ക്. ദെൻ 10 താഴേക്ക്. ദെൻ റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുകയാണ്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്
ചരിഞ്ഞ് കിടക്കുക. കൈ ഇതുപോലെ നെഞ്ചിന് മുന്നിലായിട്ട് വയ്ക്കുന്നു. കാലിൻ്റെ പത്തി മുകളിലേക്ക് തിരിച്ച് ശ്വാസമെടുത്ത് കാൽ ഉയർത്തുന്നു. 1, ശ്വാസം വിട്ട്, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 2, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 3, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 4, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 5, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 6, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 7, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 8, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 9, ശ്വാസമെടുത്ത്, ശ്വാസം വിട്ട് 10. ദെൻ റിലാക്സ് ചെയ്യുക. സാവധാനം പുറകിലേക്ക് ഒന്ന് കിടക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. നമ്മൾ ഈ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈൻ ആയിരിക്കണേ. നമ്മൾ കാല് ഇതുപോലെ അകറ്റി വയ്ക്കരുത്, അത് തെറ്റാണ്. നമ്മൾ ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈൻ ആയിരിക്കണം. ആ ഒരു ഗ്യാപ്പ് കാൽമുട്ടിനിടയിൽ ഉണ്ടായിരിക്കണം. ആ സെയിം ഗ്യാപ്പ് തന്നെ കാൽപ്പത്തികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ നിൽക്കുന്നു. 4 ഹാൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് നോട്ടം നേരെ ശ്വാസം എടുത്ത് നടുവ് താഴ്ത്തുന്നു. നമ്മുടെ ബട്ടക്സ് പുറകിലേക്ക് മാക്സിമം പുഷ് ചെയ്യുന്നു. നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ലോവർ ബാക്ക് മുകളിലേക്ക്, താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ടുകൊണ്ട് നടുവ് ഉയർത്തുന്നു, തല താഴ്ത്തുന്നു. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുന്നു, നടുവ് നല്ലപോലെ ഉയർത്തുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ടുകൊണ്ട് നടുവ് ഉയർത്തുന്നു, തല താഴ്ത്തുന്നു. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ട് ലോവർ ബാക്ക് മാക്സിമം ഉയർത്തുക, താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി നമ്മുടെ കാലിലെ വിരലുകൾ താഴെ ഒന്ന് മുട്ടിക്കുന്നു. ഓക്കെ, എന്നിട്ട് കൈ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉയർത്തുന്നു. എന്നിട്ട് കാലിലെ ഹീൽസ് ഒന്ന് തറയിൽ മുട്ടിക്കുക, കാൽ വിരലുകളിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. നമ്മുടെ ബട്ടക്സ് മാക്സിമം ഉയർത്തി വയ്ക്കുക, തല ഉള്ളിലേക്ക്, നമ്മുടെ അപ്പർ ആംസിനുള്ളിലേക്ക്, നോട്ടം കാലിലെ വിരലുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിലെ മുട്ട് സാവധാനം താഴേക്ക് നമ്മുടെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. കാൽപ്പത്തി ഫ്ലാറ്റ് ആക്കുക, എന്നിട്ട് പുറകിലേക്ക് ഇതുപോലെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മുട്ട് ഒരല്പം ഒന്ന് ഓപ്പൺ ആയി കൊടുക്കുക. കൈകൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നെറ്റി തറയിലേക്ക് ടച്ച് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ കിടക്കുക. അപ്പോൾ നമ്മൾ പർവ്വതാസനം ചെയ്തിരുന്നു അല്ലേ? നമ്മൾ പർവ്വതാസനം ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ 4 ഹാൻഡ് പൊസിഷനിൽ നിന്നിട്ട് നമ്മുടെ കാൽവിരലിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടാണ്, ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ടാണ് ബട്ടക്സ് മുകളിലേക്ക് ഉയർത്തി കാലിൻ്റെ മുട്ടുകൾ മാക്സിമം നിവർത്തിയിട്ട് കാലിൻ്റെ ഹീൽസ് തറയിൽ മുട്ടിച്ചു. നോട്ടം നേരെ കാലിൻ്റെ വിരലുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തല ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഇതുപോലെ നോട്ടം നേരെ വിരലിലേക്ക്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു 4 ഹാൻഡ് പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈനായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സെയിം ഗ്യാപ്പ് തന്നെ കാൽപ്പത്തികളുടെ ഇടയിലും ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ സെയിം ഗ്യാപ്പ് തന്നെ നമ്മൾ മൗണ്ടെയിൻ പോസ്റ്റർ അഥവാ പർവ്വതാസനം എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ ചെയ്യുമ്പോഴും ആ സെയിം ഗ്യാപ്പ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. നോർമലി എല്ലാവരും കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കാറുണ്ട്. അത് വേണ്ട. കാൽപ്പത്തികൾ ഒരല്പം അകറ്റി വയ്ക്കുക.
കാരണം കറക്റ്റ് അലൈൻമെൻ്റ് എന്ന് വെച്ചാൽ ആ ഹിപ്പ് ജോയിൻറ്റ് ടു ഹീല് ഒറ്റ ലൈനായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ കാൽപ്പത്തിയുടെ ഔട്ടർ എഡ്ജ് ഒറ്റ ലൈനായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതേ രീതിയിലൊന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ശവാസനം ചെയ്യാൻ പോയാണ്. അപ്പോൾ നമ്മളിതുപോലെ മലർന്ന് കിടക്കുക. നമ്മുടെ യോഗയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ശവാസനം. ഓക്കെ, നമ്മൾ എനർജി സേവ് ചെയ്തിട്ട് വേണം തിരിച്ചു പോകാൻ. നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസും ലൂസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ മസിൽസും നല്ലപോലെ സ്ട്രെച്ച് ആവുന്നുണ്ട്. റബ്ബർ ബാൻഡ് പോലെ നമ്മുടെ ശരീരത്തിനെ വലിച്ചു നീട്ടിയൊക്കെ ചുരുക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അറ്റ് ദ എൻഡിൽ നമ്മളൊരു റിലാക്സേഷൻ പോസ്റ്റ് കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോഴേ ഇതുപോലെ നമ്മൾ മലർന്ന് കിടക്കുക. കാൽപ്പത്തികൾ നമ്മുടെ യോഗ മാറ്റിൻ്റെ രണ്ട് എഡ്ജിലും കൊണ്ടുവച്ചിട്ട് കാൽപ്പത്തി ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ ചരിച്ചിടുക. കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. ചെറിയൊരു ശവാസനം ഞാൻ ചെയ്യിക്കുന്നുള്ളൂ. പണ്ട് കാലങ്ങളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്, പണ്ട് കാലങ്ങളിൽ 1 മണിക്കൂർ യോഗ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ശവാസനം മസ്റ്റായിട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒരുപക്ഷെ 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുള്ളൊരു ശവാസനത്തിലോട്ട് പോകാം. കൈകൾ ഇതുപോലെ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. വായടക്കുക, കണ്ണുകളടക്കുക. തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വിശ്രമിക്കുകയാണെന്ന് മനസ്സിൽ കരുതുക. നമ്മളുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് അറിയുക. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളുടെ ചുറ്റുപാടുകളും ഒന്ന് അറിയുവാൻ ശ്രമിക്കുക. തല വളരെ സാവധാനം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക. തല നേരെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ദെൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തല തിരിക്കുക. മധ്യഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. കൈവിരലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. അതിനുശേഷം റിലീസ് ചെയ്യുക. ഓക്കെ, കാലുകൾ വളരെ സാവധാനത്തിലൊന്ന് കൂട്ടിച്ചേർക്കുക. വളരെ സാവധാനത്തിലൊന്ന് കൂട്ടിച്ചേർക്കുന്നു. കാലുകൾ ഓരോന്ന് വീതം മടക്കുന്നു. ഓക്കെ, വലത് കൈ മടക്കി തലയുടെ താഴേക്ക് കൊണ്ടുവരുന്നു. നമ്മളുടെ വലത് വശത്തേക്ക്, ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക. നമ്മുടെ ഇടത് കൈപ്പത്തി നെഞ്ചിന് മുന്നിലായി തറയിൽ പതിക്കണം. പതിയെ എഴുന്നേറ്റ് ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് ഇരിക്കുക. ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് ഇരിക്കുക. കൈപ്പത്തിൽ നെഞ്ചിന് മധ്യത്തിലായിട്ട് വയ്ക്കുക. കൈ ഉപ്പിട്ടെടുത്തിരിക്കണം. ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക. നമുക്കിഷ്ടമുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഫേസ് നമ്മുടെ മനസ്സിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക.
പതിയെ കൈകളൊന്ന് കൂട്ടിത്തിരുമുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുക. ഒന്നുകൂടി കൈകളൊന്ന് കൂട്ടിത്തിരുമുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുക. ഒന്നുകൂടി കൈകളൊന്ന് കൂട്ടിത്തിരുമുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുക. കണ്ണുകൾ കൈവിരലിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ദെൻ സാവധാനം കൈകൾ നെഞ്ചിന് മധ്യത്തിലേക്ക്. താങ്ക് യു.